CV വിൽസൺ, പള്ളിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ പള്ളിയുടെ കണക്കുകൾ നോക്കുന്ന അക്കൗണ്ടൻറ്റ്. ദശാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഇടവകയെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പള്ളിയുടെ ആരംഭകാലത്ത് പള്ളിക്ക് സ്വന്തമായ സ്ഥലമോ ഇടവകയോ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഇടവകയിൽ 2 നേരം വിശുദ്ധ ബലി അർപ്പിച്ച രൂപതയിലെ ആദ്യത്തെ ഇടവക. അതുപോലെ കോവിഡ് സമയത്ത് ഇടവകയുടെ എല്ലാ അതിർത്തികളിലും ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയ ഇടവകയിലെ ആദ്യത്തെ ഇടവക. അതുപോലെ പള്ളിക്ക് സ്ഥലമോ പള്ളിയില്ലാത്ത സമയത്ത് ടെമ്പററി ചർച്ചിലായിരുന്നപ്പോൾ വിശ്വാസ പരിശീലനത്തിന് സ്ഥലം തികയാതെ വന്നപ്പോൾ പള്ളിയുടെ അടുത്തുള്ള 5-6 ഭവനങ്ങൾ കാറ്റീസ് നടത്താൻ അവസരമൊരുക്കി. പള്ളിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ രൂപതയിലെ കാറ്റീസം അവാർഡുകൾ വാരിക്കൂട്ടിയ ഇടവക. ഇതൊക്കെ ദിവ്യകാരുണ്യ അത്ഭുതമല്ലേ? അതുപോലെ പാരിഷ് ഡേക്ക്, വാർഡ് ഡേ, അമ്പതിരുന്നാളിനൊക്കെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ തിമിർത്താടിയ ഇടവക. സ്കൂൾ പണിക്ക് ആവശ്യമായ ഫണ്ട് തികയാതെ വന്നപ്പോൾ 5 ഫാമിലികൾ സ്വന്തം ഭവനങ്ങൾ പണയം വെച്ച് സ്കൂളിനെ സഹായിച്ച ആദ്യത്തെ ഇടവക. അതുപോലെ ഞാൻ ഓർക്കുന്നു, പള്ളിയുടെ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എമൗണ്ട് തികയാതെ വന്നപ്പോൾ 5 കോടി കടം നിർത്തി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഇടവക. ഇതുപോലൊരു സംഭവം അടുത്തൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വീട്ടുകയാണ് ചെയ്തത്. നമ്മുടെ പള്ളിയും സ്കൂളൊക്കെ ഉന്നതിയിലേക്ക് വരുവാനായിട്ട് നമ്മുടെ പള്ളി വികാരി റവറൻ ഫാദർ ഡോക്ടർ ഡേവിസ് പാണാണ്ടനച്ചൻ്റെ കൂദാശകളോടുള്ള, പ്രത്യേകിച്ച് ദിവ്യബലിയോടുള്ള തീഷ്ണത മൂലമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല. നമ്മൾ ദശാബ്ദിയോടനുബന്ധിച്ച് 10 പ്രോജക്റ്റുകൾ നടത്തുന്നുണ്ട്. ആതുരാലയം, പകൽ വീട്, അങ്ങനെ ഇതിനോടനുബന്ധിച്ച് അച്ഛൻ്റെ ഇടപെടൽ മൂലം കുരിശിൻ്റെ തിരുശേഷിപ്പും 190ഓളം വിശുദ്ധരുടെ തിരുശേഷിപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഇടവക വികാരിച്ചൻ റവറൻ ഫാദർ ഡോക്ടർ ഡേവിസ് പാണാണ്ടനച്ചനും അസിസ്റ്റൻ്റ് വികാരിച്ചന്മാർക്കും സിസ്റ്റേഴ്സിനും നല്ലവരായ ഇടവകങ്ങൾക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദശാബ്ദിയുടെ മംഗളങ്ങൾ നേരുന്നു.